ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയിട്ടാണ് വൈറ്റില ജനതാ റോഡിലെ ലൈൻ നമ്പർ 40 സൗഹൃദ നഗറിലുള്ള ഷ്യാമിൻ്റെ വീടിൻ്റെ മുകൾ നിലയിൽ തീ പിടിക്കുന്നത്. വന്നിപ്പോൾ തീ ഇപ്പോൾ ജനലിൽ കൂടി വായന കണ്ടത്. അങ്ങനെ ഞങ്ങൾ പുറത്തുകൂടി ഓസ് എടുത്തിട്ട് കിടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഫയർഫോഴ്സ് വന്നു. മീറ്റർ ബോർഡിൽ അല്ലെങ്കിൽ സ്വിച്ച് ബോർഡിൽ ഇതിൻ്റെ ഇത് കരിഞ്ഞിട്ടുണ്ട് ഈ സംഭവം. അപ്പോൾ ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് അനുമാനിക്കുന്നത്, തൽക്കാലം അനുമാനിക്കുന്നത്. ആൾ തൽക്കാലം വെളിയിലായിരുന്നു, ഇവിടെ ആളുണ്ടായിരുന്നു, പുറത്തു നിന്ന സമയത്താണ് ഇത് കത്തിയിട്ടുള്ളത്. ഇനി രണ്ടാമത് ചെയ്തെടുക്കണമെങ്കിൽ നടക്കണ കാര്യമല്ല. ഇപ്പോഴാണ് സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി. നമസ്കാരം. ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയിട്ടാണ് വൈറ്റില ജനതാ റോഡിലെ ലൈൻ നമ്പർ 40 സൗഹൃദ നഗറിലുള്ള ഷ്യാമിൻ്റെ വീടിൻ്റെ മുകൾ നിലയിൽ തീ പിടിക്കുന്നത്. താഴെ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ്. മുകൾ നിലയിലാണ് തീ പിടിച്ചത്. ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നാണ് ഒരു പ്രാഥമിക നിഗമനം. തീ കത്തിയത് ഈ കാണുന്ന റൂമിലാണ്. ഈ മുറി പൂർണ്ണമായും കത്തി നശിച്ചു. ഇവിടെ ഒരു വർക്ക് ചെയ്യാത്ത ഒരു AC ഉണ്ടായിരുന്നു. AC കത്തി നശിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന ഉപകരണങ്ങളൊക്കെ കത്തി നശിച്ചിട്ടുണ്ട്. ഫാൻ ഉൾപ്പെടെ പൂർണ്ണമായും കത്തി. ഉണ്ടായിരുന്ന തുണികളും ഒക്കെ കത്തി നശിച്ചു. സർട്ടിഫിക്കറ്റുകളൊക്കെ സേഫായിട്ട് എടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഒരു ആശ്വാസം. തൊട്ടടുത്തുള്ള 2 പേർ വേഗം തന്നെ ഓടിയെത്തിയാണ് ഈ തീ അണച്ചത്. ഈ സമയം വീട്ടിൽ ആരുമില്ലായിരുന്നു. ഇവിടെ ഷ്യാമിൻ്റെ മകളും മാത്രമാണ് താമസിക്കുന്നത്. ഷ്യാം അടുത്തുള്ള ഫോറം മാളിലെ ജീവനക്കാരനാണ്. ഈ സംഭവം പറഞ്ഞ് അദ്ദേഹം വേഗം ഓടിയെത്തുകയായിരുന്നു. ഈ സമയം ഈ വാതിൽ അടഞ്ഞ് കിടക്കുകയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അകത്ത് കയറി തീ കടത്താൻ കഴിഞ്ഞു എന്നാണ് ഈ അയൽവാസികൾ പറഞ്ഞത്. ആ റൂമിൽ തീപിടുത്തമുണ്ടായി. തീപിടിച്ച് അവിടെ നിന്ന് തീ ആളിപ്പടർന്ന് ഈ സമീപത്തുള്ള ഇവിടെയുള്ള പ്ലഗ് പോയിൻറ്റുകളും മറ്റുമൊക്കെ കത്തി നശിച്ചു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെയൊക്കെ ഈ വയറുകളൊക്കെ ഉരുകി പോയിട്ടുണ്ട്. ഇവിടെയുള്ള പ്ലഗ് പോയിൻറ്റുകളുമൊക്കെ ഹോൾഡറുമൊക്കെ കത്തി നശിച്ചിരിക്കുകയാണ്. മറ്റ് ഈ റൂമിലൊരു ബെഡും കുറച്ച് തലയണയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എന്തായാലും തീ പടർന്നില്ല. ചൂട് കൊണ്ടാണ് ഇവിടുത്തെ ഈ പ്ലഗ് പോയിൻറ്റുകളുമൊക്കെ ഉരുകിപ്പോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗാന്ധിനഗറിൽ നിന്നും ഈ സമയം കൊണ്ട് ഫയർഫോഴ്സ് സംഘവും എത്തി. അവർ വളരെ വേഗം നാട്ടുകാരുടെ സഹായത്തോടു കൂടി തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കി പൂർണ്ണമായും ഇപ്പോൾ തീ കെടുത്തിയിരിക്കുകയാണ്. വലിയ നാശനഷ്ടമാണ് ഈ വീട്ടിലുണ്ടായിരിക്കുന്നത്. നിർധന കുടുംബമാണ് ഇത്. അദ്ദേഹം സ്വകാര്യ മാളിലെ ജീവനക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വിദേശത്താണ്. സാമ്പത്തിക ബാധ്യത മൂലം ഭാര്യ വിദേശത്ത് ജോലി നോക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. മകള് 10ാം ക്ലാസ് പാസ്സായിട്ട് നിൽക്കുകയായിരുന്നു. തൊട്ടടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ അലോട്ട്മെൻറ്റിന് അപേക്ഷ നൽകുവാനായി പോയ സമയത്താണ് ഇത്തരത്തിൽ ഈ ഒരു തീപിടുത്തമുണ്ടായത്. എന്നാലും ഈ രക്ഷാപ്രവർത്തനം നടത്തിയ സമീപവാസി നമ്മോടൊപ്പം ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് കത്തി? ഒരു അരമണിക്കൂറായിട്ടുണ്ടാവും കത്തിയിട്ട്. വന്നപ്പോൾ എന്താ കണ്ടത്? വന്നിപ്പോൾ തീ ഇപ്പോൾ ജനലിൽ കൂടി വായന കണ്ടത്. അങ്ങനെ ഞങ്ങൾ പുറത്തുകൂടി ഓസ് എടുത്തിട്ട് കിടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഫയർഫോഴ്സ് വന്നു. ഒരുപാട് കത്തി വന്നു. ഒരുപാടെന്ന് വെച്ചാൽ ബെഡാണ് ശരിക്കും കത്തിയത്. തീ പിടിച്ചത്. വേറെ വന്നപ്പോൾ ഏത് റൂമിലാണ് തീ കണ്ടത്? ആ മൂലക്കത്തെ റൂമിലാണ് കണ്ടത് തീ കണ്ടത്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആളുണ്ടായിരുന്നില്ല. ആൾ പുറത്തോട്ട് ഇറങ്ങിയ സമയത്താണ് ഇത് സംഭവിച്ചത്. ആളുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും കത്തൂലായിരുന്നു. ഡോറ് അടഞ്ഞു കിടക്കുമായിരുന്നു? ഇല്ല, ഡോർ ഓപ്പൺ ആയിരുന്നു. ഡോറൊക്കെ ഓപ്പൺ അടക്കാറില്ല ഡോർ. എപ്പോഴും കയറി ഇറങ്ങുന്ന ഇതായത് കാരണം വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആൾക്കാർക്കൊന്നും പറ്റിയില്ല. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നാണ്. ഈ കാലപ്പഴക്കം ചെന്ന വയറുകളൊക്കെ ആയിരിക്കാം. കാരണം വീടിന് ഒരുപാട് പഴക്കമുണ്ട്. ആ ഒരു പഴക്കം കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതും അങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നുമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് സംശയിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്പോട്ടിലുടൻ തന്നെ എത്തി. പിന്നെ കൂടുതൽ തീ ആളിപ്പടരാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചു. കാരണം നമ്മളെ വണ്ടി ഇനി കയറില്ല. ഇടുങ്ങിയ റോഡായതുകൊണ്ട് നമ്മളെ മെയിൻ വണ്ടി കയറില്ല. പിന്നെ ഇവിടെ ഉള്ള സൗകര്യം വെച്ച് ഞങ്ങൾ തീ അണച്ചിട്ടുണ്ട്. എന്തൊക്കെ നശിച്ചു? ഇതിൽ ഒരു ബെഡ് കത്തിയിട്ടുണ്ട്. ഒരു ഫാന്, അയൺ ബോക്സ് തുടങ്ങിയ സാധനങ്ങളാണ് കത്തിപ്പോയി. വർക്ക് ചെയ്യാത്തൊരു AC അത് മൊത്തം കത്തി. എന്തായിരിക്കും കാണണമെന്ന് മനസ്സിലായി. നമ്മളിപ്പം നോക്കുന്നത് നമ്മളെ മീറ്റർ ബോർഡിൽ അല്ലെങ്കിൽ സ്വിച്ച് ബോർഡിൽ ഇതിൻ്റെ ഇത് കരിഞ്ഞിട്ടുണ്ട് ഈ സംഭവം. അപ്പോൾ ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് അനുമാനിക്കുന്നത്, തൽക്കാലം അനുമാനിക്കുന്നത്. ആൾ തൽക്കാലം വെളിയിലായിരുന്നു, ഇവിടെ ആളുണ്ടായിരുന്നു, പുറത്തു നിന്ന സമയത്താണ് ഇത് കത്തിയിട്ടുള്ളത്. ഈ വേനൽക്കാലത്ത് ഈ പിടുത്തം ഭയങ്കര കൂടുതലാണല്ലോ. എന്താണ് ശ്രദ്ധിക്കേണ്ടത് ആളുകൾ? കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് സാധനങ്ങളും കൂട്ടിയിടാതെ വീട്ടു സാധനങ്ങൾ, ബെഡ്, അതുപോലെയുള്ള തുണിത്തരങ്ങൾ, അതൊക്കെ പെട്ടെന്ന് തീ ആളിപ്പടരാൻ കാരണമാവും.
ഇലക്ട്രിക്കലായിട്ട് എന്താ നോക്കേണ്ടത്? ഇലക്ട്രിക്കാണ് നമ്മൾ പിന്നെ പഴയ ഇലക്ട്രിക്കൽ സാധനങ്ങളാണെങ്കിൽ അത് നമുക്ക് പുതിയതായിട്ട് വയറിങ് ചെയ്യണം. അത് പഴയതൊക്കെ മാറ്റിയിട്ട് പഴയതൊക്കെ പെട്ടെന്ന് ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുതിയ സാധനങ്ങൾ വെച്ച് അത് പരിശോധിച്ചിട്ട് അത് എഫിഷ്യൻ്റ് അല്ലെങ്കിൽ പുതിയ സാധനങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇവിടെ നോക്കുമ്പോഴും വയറിംഗ് ഒക്കെ കൃത്യമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എത്രത്തോളം പിന്നെ പുതിയതാണെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ കാലപ്പഴക്കമൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ മിക്കവാറും തീപിടുത്തത്തിന് കാരണം അതാണ്. അപ്പോൾ അത് പരിശോധിക്കുക. നമുക്ക് ഒരു അനുഭവം വരുമ്പോഴേ നമുക്കത് പരിശോധിക്കാൻ പറ്റും. അല്ലേ, നമുക്ക് അതല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യില്ല. അപ്പോൾ അതാ ചെയ്യേണ്ടത്. ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. അതാണ്. ഇതൊക്കെ ഒരുപാട് പഴക്കമുള്ള വീടാണ്. അപ്പോൾ അതുകൊണ്ട് പഴയ സാധനങ്ങളായിരിക്കും ഇതിലുള്ളത്. വീട് ഇപ്പോൾ കുറച്ച് തുണികൾ പോയിട്ടുണ്ട്, പിന്നെ ബെഡ്, പിന്നെ ഒരു ഫാൻ ഉണ്ട് അതിനകത്ത്, പിന്നെ AC കംപ്ലൈൻ്റ് ആയിട്ട് കാരണം ശരിയാക്കിയിട്ടില്ല. AC കത്തി പോയിട്ടുണ്ട്. വീട്ടിൽ ആരൊക്കെ ഇവിടെ താമസിക്കുന്നത്? ഞാനും മോള് മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ നിലവിൽ. പിന്നെ മോന് ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. പിന്നെ ഭാര്യ ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളുള്ള കാരണം തന്നെ ഇപ്പോൾ പുറത്താണ് ഗൾഫിൽ. ഇപ്പോൾ അവൾ ലീവ് വന്നിട്ട് പോയതേ ഉള്ളൂ. 10-ാം തീയതി തിരിച്ച് പോയതേ ഉള്ളൂ. ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കണം കാരണം. ഇപ്പോൾ രണ്ടും ഞങ്ങൾ ഇവിടെ രണ്ടുപേരുണ്ടായില്ല, ഞങ്ങൾ വേറെ ഒന്നും ഓൺ ചെയ്ത് ഇട്ടിട്ടുണ്ടായില്ല. ചാർജർ അങ്ങനെ ഫോൺ ചാർജർ ഇല്ല, രണ്ടുപേരുടെ ഫോൺ നമ്മളെ എത്തി, നമ്മൾ ചാർജർ ഓൺ ചെയ്യാൻ സാധ്യതയില്ല. എന്താ പറ്റിയേക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല. താമസിക്കണമെങ്കിൽ മൊത്തം വൃത്തിയാക്കണം. ഇനി രണ്ടാമത് ചെയ്തെടുക്കണമെങ്കിൽ നടക്കണ കാര്യമല്ല. ഇപ്പോഴാണ് സാമ്പത്തിക പ്രതിസന്ധി നിൽക്കണേ. ഇപ്പോൾ ഓൾറെഡി മോൻ്റെ തന്നെ നല്ലൊരു എമൗണ്ട് വേണം പഠിത്തത്തിന്. ഇപ്പോൾ ഇവളിപ്പോൾ 10 കഴിഞ്ഞിപ്പോൾ ഇന്നിപ്പോൾ അവൾ അക്ഷയ പോയാറാണ് അവൾ ഇവിടെ ഉണ്ടാകാൻ. മറ്റേ പുതിയ സ്കൂളിലേക്ക് കയറാനുള്ള അതിന് വേണ്ടി +2 കയറാൻ വേണ്ടിയുള്ള അലോട്ട്മെൻറ്റിന് പോകാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ ഉണ്ടായില്ല. ഇപ്പോൾ താമസിക്കുന്നതൊക്കെ അച്ഛനും ഇളച്ചന്മാരൊക്കെ തന്നെ ഇവിടെ ഉള്ളത്. എന്തായാലും കടുത്ത സാമ്പത്തിക ബാധ്യതയുള്ള ആളാണ് ശ്യാം. ഈ ഒരു തീപിടുത്തം കൂടി അദ്ദേഹത്തിനെ വലിയൊരു ബാധ്യതയിലേക്ക് തള്ളിവിടുകയാണ്. അടിയന്തരമായി സർക്കാർ ഏതെങ്കിലും തരത്തിലൊരു സഹായം അദ്ദേഹത്തിന് അനുവദിച്ച് നൽകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. കാരണം ഈ വീട്ടിൽ ഇപ്പോൾ താമസിക്കാൻ പറ്റാത്ത വിധത്തിലാണ് തീപിടിച്ച് ഇവിടെ മുഴുവനും അലങ്കോലമായി കിടക്കുന്നത്. ഇനി വൃത്തിയാക്കി അത് വീണ്ടും ഇതിൻ്റെ വാതിലും ജനലുകളും ഒക്കെ ശരിയാക്കണം, ഈ വയറിങ്ങളൊക്കെ ശരിയാക്കണം. ആ രീതിയിൽ വലിയൊരു ബാധ്യത കൂടി ഇപ്പോൾ വന്നുപെട്ടിരിക്കുകയാണ് ശ്യാമിൻ്റെ തലയിലേക്ക്. അദ്ദേഹത്തിന് എന്തെങ്കിലും അടിയന്തരമായി സഹായം ചെയ്യണമെന്നുള്ളൊരു ആവശ്യം കൂടി അദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും അഭിഷേകറിനൊപ്പം R. പിയൂഷ്, മറുനാട് TV.